ഹലോ ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല. അന്ന് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്, കുറച്ച് സാധനങ്ങൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അന്ന് ഞാൻ കുഴിച്ചിടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ അത് കുഴിച്ചിട്ടിട്ട് ഒന്ന് വേഗം കഴിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോയും രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും മേലെ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അപ്പം പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ബാക്കി ഞാൻ അപ്പം പറഞ്ഞുതരാം. ഓക്കെ, എന്തൊക്കെയാണ് കുഴിച്ചിട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായപ്പ, തക്കാളിയും മറ്റേ കോളിഫ്ലവർ ഇല്ലേ, അത് ഞങ്ങൾ വെറുതെ ഒന്ന് വാങ്ങി നോക്കിയതാണ്. നോക്കാം, പരീക്ഷിച്ച് നോക്കി നോക്കാമെന്ന് കരുതിയിട്ട് കോളിഫ്ലവർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കോളിഫ്ലവർ കുഴിച്ചിട്ടിട്ട് അതും തക്കാളിയും അല്ലാണ്ട് തന്നെ ഗ്രോ ബാഗിൽ ഇട്ടിട്ട് അത് മുളച്ചിട്ട് പിന്നെ മാറ്റി നടാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ അതിൽ നട്ടു. പിന്നെ മറ്റേതൊക്കെ മുളയ്ക്കാൻ വേണ്ടി വെച്ചു. കയപ്പ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കയപ്പ, വെണ്ട, പിന്നെന്താ ഞാനൊന്നും ആലോചിക്കട്ടെ ഗൈസ്, വെള്ളരി, പിന്നെ നമ്മുടെ ഇതില്ലേ കക്കിരി, പിന്നെന്തായിരുന്നു ഗൈസ് എനിക്കില്ലേ വലിയ ഓർമ്മയില്ല. പിന്നെ സുന്ദരി ചീര, അതിനൊന്നും നടാനിട്ടിട്ടില്ല. സുന്ദരി ചീര ഇനിയിപ്പം ഇവിടെ മുറ്റത്ത് നടാനിടണം. കൃഷി ഞങ്ങൾ മേലെയാണ് ചെയ്യുന്നത്. കാരണം മുള്ളൻ പന്നിയും അല്ലാത്ത നോർമൽ പന്നിയും എല്ലാത്തിൻ്റെയും ശല്യങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നട്ടാൽ ചിലപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നട്ടതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടിയെന്ന് വരില്ല. എന്താ പറഞ്ഞാൽ അത് വന്ന് തിന്നുകൊണ്ട് പോകും. ചിലപ്പോൾ നമ്മൾ നാളെ പറിക്കാമെന്ന് വിചാരിച്ച് വെക്കുമ്പോൾ അന്ന് രാത്രി ചിലപ്പോൾ അത് വന്ന് തിന്നും. അതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കുത്തിമറിച്ചിട്ട് ആകെ ശോകാവസ്ഥയിലാക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ മുറ്റത്ത് നടാത്തത്. ചീര ഞങ്ങൾ മുറ്റത്ത് തന്നെയാണ് നടുന്നത്. ഇപ്പം മേലെ നടാൻ പറ്റില്ലല്ലോ, ഗ്രോ ബാഗിൽ ഓരോന്നോരോന്നായിട്ട് നടക്കില്ല. 10 ഗ്രോ ബാഗാണ് മേടിച്ചത്. പിന്നെ വളം എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു വളം, പിന്നെ ചാണകം ഇങ്ങനെ ഉണങ്ങിയിട്ടുള്ള ചാണകം ഉണക്കിയതില്ലേ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെന്താ പിന്നെ ഈ വിത്തുകളൊക്കെ മേടിച്ചു, അതൊക്കെ തന്നെ. പിന്നെ നമ്മളടുത്ത് കുറച്ച് ടൂൾസ് ഉണ്ട്, 3 ടൂൾസ് ഉണ്ട്. അത് ഞങ്ങൾ വടകരയിൽ നിന്ന് മേടിച്ചതാണ്. 99 രൂപയേ ഉള്ളൂ. 3 ടൂൾസ് ഓഫർ പ്രൈസിന് മേടിച്ചാൽ കേട്ടോ. അത് നല്ല സുഖമാണ്. അതാകുമ്പോൾ നമുക്ക് വളം അതിലേക്ക് ഇടാനും കൊത്താനും അതിങ്ങനെ മാന്താനും അതൊക്കെ നല്ല സുഖമാണ്. അങ്ങനെ ഓക്കെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞങ്ങൾ മേലേക്ക് ആദ്യം ഞാനൊരു ചാക്കിൽ അത്യാവശ്യം മണ്ണൊക്കെ നിറച്ച് ഒരു പകുതി മണ്ണൊക്കെ നിറച്ചിട്ട് ഞാൻ മേലെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ദിവസം കുറച്ച് മുമ്പാണ്. പിന്നെ അമ്മ എല്ലാ 10 ഗ്രോ ബാഗിലും പകുതിച്ച മണ്ണ് നിറച്ചു. എന്നിട്ട് മേലെ അത് ഞാൻ ബാക്കി പറഞ്ഞുതരാം. എനിക്കത് കാണിച്ച് തന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മേലോട്ട് പോകാം. നമ്മൾ മേലെത്തി. മേലത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മേലെ തന്നെയാണ് മാവ്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. നേരത്തെ പറഞ്ഞതിൻ്റെ ഇപ്പോൾ ബാക്കി പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ചന്തയുണ്ട്. അപ്പോൾ അതൊക്കെ അന്ന് ഞാൻ ഞാനും അമ്മ സൈഡൊക്കെ അടിച്ചു, ഞാനിവിടെ അടിച്ചു. അങ്ങനെ കുറച്ച് വൃത്തിയാക്കി. പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ പൊടികളും പിന്നെ ഇതിപ്പോൾ വീണതാണ് ചണ്ടിയൊക്കെ മൊത്തത്തിൽ ഞങ്ങൾ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ അടിച്ചു വാരിയതിനൊക്കെ തന്നെ ഒരു ചാക്ക് താഴോട്ട് കത്തിച്ചു. ബാക്കിയുള്ള ചാക്കുകളെല്ലാം ഇതിൽ ഇട്ടുകൊടുത്തു. അത് നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാത്തിലും ഇട്ടുകൊടുത്തു. തക്കാളി ഇട്ടിട്ട് ഇതുവരെയായിട്ട് മുളകൊന്നും വന്നിട്ടില്ല. പക്ഷേ കോളിഫ്ലവർ കണ്ടില്ലേ ഗൈസ്, നല്ല അസലായിട്ട് മുളകൊക്കെ വന്ന് നല്ല സുന്ദരി കുട്ടപ്പനായിട്ടുണ്ട്. ഇതും സുന്ദരി കുട്ടപ്പനാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അമ്മ പയർ താഴെ നട്ടിട്ട് ഇപ്പോൾ മേലെ ഇതിൽ കുഴിച്ചിട്ടാണ്. പയറും ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഇവിടെ അത് പയറിൻ്റെ വിത്ത് പൊട്ടിയിട്ട് അതാണല്ലേ. അപ്പം നമ്മൾ പ്രാവശ്യം കൃഷി ചെയ്ത് നമ്മളെ അടിപൊളിയാക്കാൻ പോവാണ്. ഇപ്രാവശ്യത്തെ കിട്ടുമെന്നറിയില്ല. എന്തായാലും ഒരു 2 മാസം എടുക്കുമായിരിക്കണം ഇത് ഒക്കെ ഒന്നുണ്ടായി അതിലൊരു കായ് ഒക്കെ ഉണ്ടായി വരാൻ വേണ്ടിയിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 2-3 ദിവസമൊക്കെ അത്യാവശ്യം വേണ്ടി വരുമായിരിക്കണം. അപ്പോൾ
അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. നടുന്നത് എനിക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലും അപ്ഡേഷൻ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ കാണാം. അപ്പോൾ ബൈ ബൈ.